Hello friends, Education പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാടകയിലെ BSc നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചിട്ട് തന്നെയാണ്. പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടും കോൾ ചെയ്തിട്ടും ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു എൻട്രൻസ് എക്സാമിന്റെ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എറർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ, ഇനി അഥവാ മാറ്റം വരുത്താനുള്ളത് എപ്പോഴാണ് അതിന്റെ പോർട്ടൽ ഓൺ ആവുന്നത്, അതുപോലെ തന്നെ ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് വരേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരുപാട് ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡൗട്ട്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസ് ഒരുപാട് പേര് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന ഒരു KSET എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് BSc നേഴ്സിംഗിന് കർണാടകയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതണം എന്നുള്ളത് ഇപ്പോൾ പ്രസന്റ്ലി കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സ്റ്റുഡൻസിന് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഒരുപാട് എറർ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മാർച്ച് മാസത്തിനുള്ളിൽ ഒരു കറക്ഷൻ പോർട്ടൽ ഓൺ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് KEയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ എക്സാക്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ആ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കർണാടകയിൽ അഡ്മിഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പോലും ഒരുപാട് സ്റ്റുഡൻസിന്റെ പേയ്മെന്റ് ഫെയിൽഡ് ആയിട്ടുണ്ട്. അതായത് ഡെബിറ്റ് ആയിട്ടുണ്ട്, എമൗണ്ട് ഡെബിറ്റ് ആയി, പക്ഷേ അപ്ലിക്കേഷനിൽ പ്രൊഫൈലിൽ നോക്കുന്ന സമയത്ത് ആ ഒരു പേയ്മെന്റ് റിഫ്ലക്റ്റ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേയ്മെന്റ് നിങ്ങൾ പോയി തന്നെ കരുതണം. അപ്പൊ ഈ മാർച്ച് മാസത്തിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുക. റിഫ്ലക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ റിഫ്ലക്റ്റ് ആയിട്ടില്ല എങ്കിൽ എഗെയിൻ നിങ്ങൾ അപ്ലിക്കേഷൻ ഫീസ് എമൗണ്ട് ആയിട്ടുള്ള 2500 രൂപ പേ ചെയ്തിട്ട് ചെയ്യുക തന്നെ വേണം. ഇനി പ്രീവിയസ് ആയിട്ട് നമ്മൾ അടച്ച പേയ്മെന്റ് റീഫണ്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിലും മുന്നത്തെ വർഷമാണെന്നുണ്ടെങ്കിലും ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ വർഷം കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾ എക്സാം സെന്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല. അതായത് രജിസ്ട്രേഷൻ നിലവിൽ ചെയ്യാത്തവർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല. നിലവിൽ അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തവർക്ക് കറക്ഷൻസ് ചെയ്യാനുള്ളത് മാത്രമാണ്. പുതുതായിട്ട് എന്തെങ്കിലും രജിസ്ട്രേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ KE ഇറക്കുന്നതാണ്. അത് പ്രകാരം നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കോൺടാക്ട് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള, അതായത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിന് വരുന്ന കാര്യം. അതായത് നാട്ടിൽ നിന്ന് ഈ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി വരുന്ന കാര്യം. അതായത് ഈ ഒരു എക്സാം നടക്കുന്ന ഡേറ്റ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 16, 17, 18 തീയതികളായിട്ടാണ് എക്സാം നടക്കുന്നത്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്റ്റുഡൻസിന് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഡേറ്റ്സുകളാണ് ഈ 16, 17, 18 എന്നൊക്കെ പറയുന്നത്. കാരണം ഏപ്രിൽ 15-ാം തീയതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വിഷു ആണ്. അതുപോലെ തന്നെ 17, 18 തീയതികൾ പെസഹ വ്യാഴവും ഗുഡ് ഫ്രൈഡേയും ആണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് വരാനുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് അറിയാം. അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റിന്റെ അവൈലബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തൊരു സാഹചര്യമാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ ഏകദേശം 200 കടന്നു കഴിഞ്ഞു. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് കർണാടകയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസും കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അവിടുന്ന് നാട്ടിൽ നിന്ന് വരേണ്ട ഒരു ഡേറ്റ് നോക്കിയിട്ട് അവർ പ്രീവിയസ്ലി തന്നെ മുമ്പ് തന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രീവിയസ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് വന്നിട്ടുള്ള പല സ്റ്റുഡൻസിനും പാരൻസിനും എക്സാം ഹാളിൽ പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് എത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്, അതുപോലെ തന്നെ ബസ് ലേറ്റ് ആവുക, ട്രെയിൻ ലേറ്റ് ആവുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കാരണം എക്സാം എഴുതാനായിട്ട് പല സ്റ്റുഡൻസിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം ഡേറ്റ് മാറ്റി വെക്കണം എന്ന് ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് കർണാടകയിൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയുണ്ടായി, എക്സാം ഡേറ്റ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഹർജി തള്ളിക്കളയാണ് ഉണ്ടായത്. അപ്പോൾ എക്സാം ഡേറ്റിൽ യാതൊരുവിധ ചേഞ്ചസും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എക്സാം എഴുതാൻ വരുന്നവർ കറക്റ്റായിട്ട് ഒരു പ്ലാനിങ് ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഫൈനലി ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ചോദിച്ച കോമൺ ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, ഇനി കർണാടകയിൽ എൻട്രൻസ് എക്സാം ഇല്ലാതെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാവിധ ഡൗട്ട്സുകളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിപ്പോൾ കർണാടകയിൽ CET എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് കർണാടക സ്റ്റുഡൻസിനാണ് മെയിനായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റുകൾ കാര്യങ്ങളൊന്നും മാറ്റി വെക്കാത്തത്. ഇപ്പൊ കേരളത്തിലെ സ്റ്റുഡൻസിന് ഇവിടെ വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന, അതായത് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി തീരുമാനിച്ചിട്ടുള്ള ആ ഒരു ഡേറ്റിൽ വന്ന് എക്സാം എഴുതുക എന്നത് മാത്രമാണ് ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ഇനി എക്സാം എഴുതാത്ത സ്റ്റുഡൻസിനും അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അഡ്മിഷൻ എടുക്കാൻ പറ്റും, യാതൊരുവിധ പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാത്തവർക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ എടുക്കാം എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.
അതുപോലെ തന്നെ നേഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ സ്റ്റുഡൻസിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ, അതായത് കോളേജിനെ കുറിച്ചിട്ടോ അതായത് അഡ്മിഷനെ കുറിച്ചിട്ടോ എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കോഴ്സുകളെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലും അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനിയും വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.